അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറവൂർ കോടതി വളപ്പാണ് കേട്ടോ. ഇത് 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റൊരു സ്ഥലം എന്നുള്ളൊരു പരിപാടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. 1925 ഓഗസ്റ്റിൽ എന്തോ ഗാന്ധിജി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഫ്ലെക്സ് വെച്ചപ്പോൾ അത് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്. എനിക്കറിയില്ലായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ കണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 100 വർഷം പഴക്കം ചെന്നിട്ട് പോലും ഇപ്പോഴും അവിടെ ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്, എന്തോ കാര്യത്തിന് അച്ഛൻ്റെ കൂടെയൊക്കെ വന്നപ്പോൾ കയറിയിട്ടുണ്ട്. എങ്കിലും പോലും ഇതിനകത്ത് ഇപ്പോഴും കുറേ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞ് വീണിട്ട് അത് ആരും നോക്കാതെ മെയിൻ്റനൻസ് ഒന്നും നടത്താതെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത് എന്താ പറയുക, ഇതിപ്പോൾ 100 വർഷം പിന്നിട്ടിട്ടും അതിനൊരു കുഴപ്പമില്ലാതെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ എന്തോ ഒരു സൈഡ് ഒരു മച്ചെന്തോ അടന്ന് വീണിട്ടെന്ന് പറഞ്ഞൊരു ന്യൂസ് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായെന്നൊന്നും നമുക്കറിയില്ല. ഇത് മെയിൻ്റനൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 200-300 വർഷം അത് നിൽക്കും. പക്ഷെ അത് അവിടെ ചെയ്യാനുള്ളൊരു സാഹചര്യം ആരും കാണിക്കുന്നില്ല. എല്ലാവർക്കും ഇത് പുതുക്കി പണിത് നല്ലൊരു കോൺക്രീറ്റ് മാളിലോട്ട് കയറണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കോൺക്രീറ്റ് മാളായി കഴിഞ്ഞാലും അതൊരു 10-30 വർഷത്തെ ആഴ്ച അതിന് പറയണുള്ളൂ. അത് കഴിയുമ്പോൾ അതിപ്പോൾ കമ്പി പൊട്ടിപ്പോകും. പക്ഷെ ഇതൊരിക്കലും പോകില്ല. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ആരും ഒന്നും പറയാനില്ലെന്നാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഓട് വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഈ സൈഡ് ഇതൊക്കെ അടന്ന് പോയി തൂങ്ങി കിടക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാനായിട്ട് അധികം ചിലവൊന്നുമില്ല. പക്ഷേ മെയിൻ്റനൻസ് നടത്താനുള്ളതല്ല ഇവർ നോക്കണേ. മൊത്തത്തിൽ അതങ്ങനെ പൊളിച്ച് കളഞ്ഞ് അടുത്തത് കയറാവുന്നുള്ള ചിന്തയായിട്ടൊന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ട ഇതേപോലെ മച്ചടിച്ച് ഇതിപ്പോൾ പൊളിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, പഴയത് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുള്ള ആഗ്രഹമുള്ള ഒരു ആൾക്കാരുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓർമ്മയിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കണതാണ്. ഓക്കേ.